പിടിക്കടി. ഞാൻ ജോലിയായിട്ട് വന്നിട്ടുണ്ട്. എനിക്കൊരു കൊറിയർകാരൻ വന്നിട്ടുണ്ട്. എനിക്കുള്ള ചോറാണ്. എന്നെ പേടിച്ചിട്ട് വേറെ ഇത്രയും ആത്തച്ചക്ക. ഞങ്ങളുടെ നാട്ടിലേക്ക് ആത്തച്ചക്ക എന്ന് പറയും, ചിലർ പഞ്ചാര ചക്ക എന്ന് പറയും, ചിലർ എന്താ പറയുക എനിക്കറിയില്ല. സീതപ്പഴത്തിൻ്റെയൊക്കെ ആ മോഡല് ഇത്ര വലുതാണ്. ഇത്രയും ചെടി അടിച്ചു മാറ്റി കൊണ്ടുപോവുക. കാണണ്ട. നല്ല നാടൻ കുമ്പളാട്ടോ. എന്ത് മണാന്നറിയോ, ഒരു രക്ഷയില്ലാത്ത സ്മെല്ല്. ഞാൻ പൂവിനെ ഒന്നും നോവിക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പൂവിനെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. പക്ഷെ ഇങ്ങനെ ഒടിച്ചിട്ട് അങ്ങോട്ട് വെക്കാറുണ്ട്. ശരിക്കും ചെവിയിലൊക്കെ നല്ലത്. ഫോൺ സ്വിച്ച് ഓഫ്. ഞാൻ വീട്ടിൽ നിന്ന് സാധനം. അങ്ങനെ ദേ റിസോർട്ടിൽ നിന്ന് വിട പറയുകയാണ്. നമ്മളിവിടുന്ന് പോവാട്ടോ. നേരെ സുൽത്താൻ ബത്തേരി എൻ്റെ ഫ്രണ്ടിന്റെ വീട്ടിലോട്ട്. ഓക്കെ, ഇനി അവിടെ എത്തിയിട്ട് കാണാട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കട്ടോ. സുൽത്താൻ ബത്തേരി ആണ് അവളുടെ വീട്. അപ്പോൾ അവിടെ ഏകദേശം എത്താറായിട്ടുണ്ട്. ഇന്ന് വിളിച്ചിട്ടാണ് വരുന്നത്, അതുകൊണ്ട് ആളവിടെ ഉണ്ട്, അതുകൊണ്ട് ടെൻഷൻ ആവണ്ട. പിന്നെ വേറൊരു കാര്യമേ, ഞാൻ വലിയ BJP-യുടെ നേതാവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പലരും പല റിസോർട്ടിലൊക്കെ പോയിട്ട് റൂം എടുക്കുന്ന അവിടുന്ന് ഡിസ്കൗണ്ട് ചോദിക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്ത് മോശ. എല്ലാവരും ഇങ്ങനെ ഡ്രൈവറാണെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഓരോരുത്തരോട് ഡിസ്കൗണ്ട് ചോദിക്കേണ്ട ആവശ്യമുണ്ട്. ഫ്രീ ആണ്. അപ്പൊ അങ്ങനെയാണ്. ആളെ ഞാൻ പറയില്ല. വേണമെങ്കിൽ സൂചന തരാം. എന്റെ വകയിലൊരു അമ്മായി എന്റെ വീടിന്റെ അടുത്തില്ലേ, അതാണ് ഞങ്ങൾക്കുള്ള ഒരു സൂചന. അപ്പൊ അങ്ങനെയാണ്. രണ്ടാള് ഇവിടെ ഉണ്ടല്ലോ. ഓക്കെ, അപ്പം ഞാൻ അവളുടെ വീട്ടിലോട്ട് പോട്ടെ. ഒക്കെ കുറച്ച് സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഏതാ ബോക്സ്? ചൂലൊക്കെയാണ് ഞാൻ കൊണ്ട കൊടുക്കല്. ഞാൻ എൻ്റെ കൂട്ടുകാരിക്ക് വരുന്ന സമയത്ത് ചൂലും ഇവിടുന്ന് തിരിച്ച് മാങ്ങയും തേങ്ങയും ഒക്കെ അടങ്ങില്ലല്ലോ. അടിയൂല, ഉള്ളോട്ടാക്കണം. അത് പൊന്നിച്ച വരുന്ന ഇല്ലടാ, ഞങ്ങൾ ഇവിടെ മൗണ്ടൻ വ്യൂ റിസോർട്ടിലായിരുന്നു. ന്യൂ ഇയർ അല്ലേ? പിന്നെ അവർക്കുള്ള സാധനം കാണിച്ചു. പക്ഷെ
നിനക്ക് ചൂലുമായിട്ട് വന്നിട്ടുണ്ടടി ഞാന്. ആ ഓടി വന്ന് ചൂലുമായിട്ട് കെട്ടിപ്പിടിക്കടി. ഞാൻ ചൂലുമായിട്ട് വന്നിട്ടുണ്ട്. എനിക്കൊരു കൊറിയർകാരൻ വന്നിട്ടുണ്ട്. ഇത് ജസ്നാസേനി അറിയോ? ഇത് ചൂല് എന്റെ ഫ്രണ്ടാ. ഇവക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ്, അതുകൊണ്ട് കൊണ്ടുവന്നതാ. പിടിച്ചൂലേ, ഉമ്മ തന്നയച്ചതാണ്. ഉമ്മക്ക് എന്താ ഉമ്മാക്ക് വിത്ത് കൊടുക്കാൻ പറഞ്ഞേ. മത്തൻ കുമ്പളങ്ങ അവനെടുത്തോട്ടെ. എനിക്കുള്ള ചോറാണ്. എന്നെ പേടിച്ചിട്ട് വേറെ ചോറും തോയ്ത്തടി അത് ഓള് കുക്കറിലിട്ട് വേവിച്ചിട്ടാ. മഞ്ഞപ്പൊടി മഞ്ഞ കളർ. ഞാൻ പറഞ്ഞു എന്നെ കൊല്ലുന്ന്. അച്ചാറുണ്ടോടി? അച്ചാറില്ല കേട്ടോ. ഇനി എന്നെ കാത്തൊരു കുപ്പി അച്ചാർ പറഞ്ഞു താഴത്തെ മുന്നേത്താത്തേക്ക് എടുത്തു. ആയം കൊണ്ടുവരി. മുന്നേത്താത്തനോട് വാങ്ങിക്ക. കൊച്ചാപ്പിന്റെ അടുത്ത് അച്ചാറിന്റെ ഉപയോഗിക്കുന്നു. അച്ചാറിന്റെ ഉപയോഗിക്കുന്നു. കുഞ്ഞാ സാധാ അച്ചാർ മതി കേട്ടോ. അല്ലാത്ത അവിടെ മറ്റേ അച്ചാർ ജസ്ന ഇരിക്കും ഇവിടെ കസേരല്ലേ. പപ്പടും ഇറച്ചിയൊക്കെ എടുക്കേ. പോവാൻ സമയായോ? ഇല്ല, 2:30. ഒത്തി പോയിട്ട് വേണമെങ്കിൽ പോകാനില്ല. എന്നോട് ചേച്ചിക്ക് ഒന്നും നേരത്തെ ഇല്ല. നേരെ ബുദ്ധി ദപ്പം ഇനി ചോറ് പറ്റിയില്ലെങ്കിൽ അപ്പോട് തിന്നിട്ട്. ഓക്കെ, ഞാൻ ഇത് തിന്നിട്ട് കാത്തുക. എന്റെ മോന് ബൈ. മീൻ വറുത്തണ്ടേ? മെത്തി മതി. അച്ചാർപ്പത്തു അതിന് കാത്തു അച്ചാർ ഇവിടെ ഞാൻ പറയാം. ഏറ്റവും ഇഷ്ടമില്ലത്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മൂപ്പർക്ക് പക്ഷെങ്കിൽ ഇതാ ഇഷ്ടം, ഈസ്റ്റേന്റെ. അത് കിട്ടാത്തോണ്ടാണ് വേറൊന്നും വാങ്ങിയത്. നീ ഇപ്പൊ കഴിച്ച ചെടി അടിച്ചു മാറ്റി കൊണ്ടുപോവുക. കാണണ്ട, മറന്നു കൊണ്ടത്. ഓക്ക് വേണമെങ്കിൽ ഒന്നും ഇവിടെ ഉണ്ട് കേട്ടോ. എൻ്റെ ഉമ്മാക്ക് കൊടുക്കാം, ഉമ്മാക്ക് അവിടെ ഉണ്ടാക്കാൻ. ഇത് ഇഷ്ടപ്പെട്ട് ഞാൻ എടുക്കുന്നു. ഗോപാലന് അല്ല, ഒരു ഈ കാലാവസ്ഥ ശരിയാവുന്നു. വാ, നല്ല പഴുത്തുണ്ട്. നമുക്ക് ഏണി ഇവിടെ ഉണ്ട്. ഇതൊക്കെ വലിയ കുച്ചക്ക. ഏണിമ കയറുന്നോ അല്ലേ അതിന് മുകളിൽ? യെസ്. ഇവിടുന്ന് എന്തായാലും കാണാണ്ടായ ഞാൻ പറയാൻ നിക്കരുതേ. ആഹാ, കൊലായിലേക്ക് പോരാ. ഒക്കെ അമ്മങ്ങ് ചെയ്തോളൂ. ഞാൻ മുകളിലേക്ക് വരണോ? ഇടയ്ക്ക് ഞാൻ വരാം. എന്തിനാട് എറിയല്ലേ? ഞാൻ കൊമ്പ് പിടിച്ചു തരാം. അത് ഞാൻ വന്നേ. ഇല്ല, ഇതൊന്ന് താത്തിക്കൊണ്ട. കഴിഞ്ഞ പ്രാവശ്യം ഏട്ടനല്ലേ കുറച്ചത്? ഫൈത്തീനെ എനിക്ക് അമ്മ തിന്നുന്ന വീഡിയോ എടുക്കുന്നു. ഈ കൊമ്പ് അടക്കെ സ്റ്റെപ്പില്ല. ഞാൻ കണ്ട് താഴെ പോയില്ലെങ്കിൽ കാര്യം പറഞ്ഞേ. ഇങ്ങോട്ട് താങ്ങി തന്നാ മതി. അത് കിട്ടൂല, അത് പറഞ്ഞാ കേക്കൂല.
അത്ര ആടല്ലേ അങ്ങോട്ട് എങ്ങനെ കിട്ടാനാ? അത് വേണ്ടി ഒക്കെ വേണം. എടി തോട്ടിയോടടി ആടല്ല മോനെ ചാരിച്ചേ. ഓട്ടിയില്ലാലോ. പഞ്ചാര ചക്ക ഇതൊന്നും പഴുത്തില്ല. ഇതൊക്കെ മൂത്തതാ. മൂത്താല കളർ മാറി. ഇത് പഴുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ തോട്ടിയോ നോക്കട്ടെ. നീണ്ടോ? ഇല്ല കേട്ടോ. ആ മതി. ആ കൊമ്പൊന്ന് ഒന്നുകൂടി വലിച്ചു നോക്കെ. പറഞ്ഞോ. പോലെ പോലെ വിട്ടോ വിട്ടോ. പോകൂല. അടക്ക ഇവിടെ ഇങ്ങോട്ട് ഉണ്ടോന്ന്. ഓ വിടു വിടു മാറി മാറി വിട്ടു വിട്ടോ വിട്ടു വിടോ. എന്താ അതിന് മോള് തുണി എന്റെ ഗൈസ് ഇത് മാത്രല്ല കേട്ടോ. അടക്കേ ഇത്രയും ആത്തച്ചക്ക. ഞങ്ങളുടെ നാട്ടിലേക്ക് ആത്തച്ചക്ക എന്ന് പറയും, ചിലർ പഞ്ചാര ചക്ക എന്ന് പറയും, ചിലർ എന്താ പറയുക എനിക്കറിയില്ല. സീതപ്പഴത്തിൻ്റെയൊക്കെ ആ മോഡൽ ഇത്ര വലുതാണ്. ഇത്രയും സാധനം ഞാൻ പറിച്ചിട്ട് ഇനി അടുത്ത സാധനം പറിക്കാൻ അടുത്ത സ്ഥലത്തേക്ക് പോട്ടെ. കൂട്ടുകാരിയുടെ വീട്ടിൽ വന്നതാ. എനിക്ക് തന്നെ പരിപാടി ഇവിടെ വന്നാൽ. അത് ഓഫാക്കി ഞാനതവാ ഊരി വീണേ. പരിപ്പിലൊക്കെ ഇടുന്നു. അതിന് അവിടെ വെയിറ്റ് കുറവുള്ള തോട്ടിണ്ട്. കുമ്പള മീനെ കൊണ്ടാകുമ്പോ ഒറ്റ കുത്തിന് കിട്ടും, മറ്റേനെ കൊണ്ട് കുത്തിന് കിട്ടൂല. അതിന് ഇതില്ല, ചെകയില്ല. വിചാരിച്ച മൂന്നല്ലോ. ഇതാണ് ഇതാണ് ഗൈസ് കായ. ഹെൽപ്പ് ചെയ്യോ? അത് എവിടെയൊക്കെ വീണ്? വേണ്ട വീണിട്ട് പറ്റിയതാണ്. ഇപ്പൊ വീണപ്പോയിക്കോ. പിന്നെ ഇവിടെ വീണതൊക്കെ ഇവിടെ പോയി. അതൊന്നും അതിന്റെ ഉള്ളിൽ കൂടി. ഇത് രണ്ടേ നല്ല ഒന്നും അതിന്റെ ഉള്ളിലതാ. അത് മാറ്റിയാണ് മറ്റേ പട്ട. വേഗം നോക്കിട്ടോ, മഴ വരുന്നത്. എന്റെ കർത്താവേ, കൈ പോലും വന്നു. അടിച്ചു വരിക. ഓക്കെ ആക്കി. നല്ല നാടൻ കുമ്പളാട്ടോ. എന്ത് മണമെന്നറിയോ, ഒരു രക്ഷയില്ലാത്ത സ്മെല്ല്.
മഴ സ്മെല്ലാണ് മത്തക്കാണ്. ഓ എന്ത് സ്മെല്ലാ. അപ്പോൾ ഇത് പായസം വെക്കുകയും ചെയ്യാം, നമുക്ക് കറിയിലിടുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം ഇത് പകുതി ആയിപ്പോയത് എന്താണെന്ന് വെച്ചാൽ പകുതി ഇവർ വിത്തിനെടുക്കുകയാണ്, പകുതി ഞാൻ കൊണ്ടുപോവുകയാണ് കേട്ടോ. മണം സഹിക്കാൻ പറ്റുന്നില്ല. അപ്പം അതെ ഇത്രയും സാധനങ്ങളാണ് ഇവിടുന്ന് ഞാൻ കളക്ട് ചെയ്ത്. ഏടി ഇതെന്തുവാടി ഇങ്ങോട്ടേക്ക്? ഇതെന്നാ കുമ്പളം തന്നെയാ, മത്തം തന്നെയാ? ആ മത്തങ്ങ പക്ഷെ അതായില്ലാടി. ഏതായാലും പറിച്ചിക്കടി, കറി വെക്കാൻ പറ്റൂലേ? വെച്ചില്ല ഞാൻ കൊല്ലുന്നു. ഈ പൂവ് ആരിവിടെ കൊണ്ടുവച്ച് കൊണ്ടുപോകാനല്ലേ? വേണ്ടി വരും, എടുത്തോണ്ട് പോവുകയായിരിക്കും. എനിക്കങ്ങനെയൊക്കെ തോന്നും. വേറെ ഞാൻ നോക്കിയിട്ടില്ല. അമ്മ കൊടുക്കും, അമ്മ ചെരുപ്പിരാൻ എനിക്ക് ചട്ടിയോട് കൂടി വെള്ളം വെള്ളം എനിക്ക് ചട്ടിയില്ല. ഇനി ഞാൻ നട്ട് കൊണ്ടുവരട്ടെ. എനിക്ക് ആ ചോപ്പ് വെള്ളം ഡാലിയന്റെ കൊമ്പ് കൊണ്ടോ, ചോപ്പ് വെള്ളം ഡാലിയന്റെ കൊമ്പ് കൊണ്ടോ ഒന്ന് തന്നെ. എന്തൊരു പിശുക്ക. ഒരു സാധനം എനിക്ക് പിശുക്കുണ്ട്. എന്തൊക്കെ കണ്ടിട്ട് തോന്നുന്നുണ്ടോ? ഒരു സാധനം തന്നിട്ടില്ല. ഞാൻ പൂവിനെ ഒന്നും നോവിക്കാറില്ല. കാരണം എന്താന്ന് വെച്ചാൽ പൂവിനെ എനിക്ക് അത്രക്ക് ഇഷ്ടമാണ്. പക്ഷെ ഇങ്ങനെ ഒടിച്ചിട്ട് ഞാൻ അങ്ങോട്ട് വെക്കാറുണ്ട്. ശരിക്കും ചെവിയിലൊക്കെ നല്ലത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കുറച്ച് കൊമ്പൊടിക്കാൻ ഇവിടുത്തെ മേഡം പറഞ്ഞു. ഇവിടുത്തെ മേഡം പറഞ്ഞാൽ ഞങ്ങൾക്ക് കേൾക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു കൊമ്പൊടിച്ചു. ഇനി ഏത് കൊമ്പാണ് കേൾക്കാതെ ഒടിക്കുക? ഒരു വലിയ കൊമ്പല്ലേ, ചെറിയൊരു കൊമ്പ് കൂടി ഒടിച്ചു. ഈ 2 കൊമ്പ് മതിയെന്ന് വിചാരിക്കുന്നു. വേണ്ടെങ്കിൽ ഒന്നുകൂടി കിട്ടേക്കാം. അങ്ങനെ 3 കൊമ്പൊടിച്ചു. അപ്പം ഇവിടെ ഉള്ള മാഡത്തിൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് കൊണ്ടുപോകാനുള്ള സാധനം കൂടി ഞാൻ പാക്ക് കാണിച്ചു തരാം. ഇത് നിറയെ പച്ചക്കറി, ഇത് നിറയെ മറ്റേ പച്ചക്കറിയും ഉണ്ട്. നമ്മുടെ എന്തെങ്കിലും ഞങ്ങളുടെ നാട്ടിൽ കാത്തച്ചക്ക എന്ന് പറയും, കുത്തിച്ചക്ക, പഞ്ചാര ചക്ക, അങ്ങനെ പറഞ്ഞ് പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. പോരാത്തതിനൊരു ചെടിയും ഞാൻ അടിച്ചു മാറ്റി. എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ. അപ്പം അങ്ങനെയാണ് ഇത്രയും സാധനങ്ങൾ. പോരാത്തതിന് ഒരു പുഷ്പവും കിട്ടി. ഓക്കെ, നമ്മള് കരിയൂലേ? ബിരിയാണിയോട് അവിടെ നോക്കാൻ പറഞ്ഞു. ആണ്ടി പോട്ടാ, ആണ്ടി പോട്ടാ. തള്ളയുടെ മോൻ തന്നെ മാലമ്മലേക്കാന്ന് നോട്ടാ. ഒന്നടി ബൈ ദ ബൈ 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 ദ ബൈ ബൈ. എപ്പോ വേണമെങ്കിലും പ്രതീക്ഷിക്കും. ഫോൺ സ്വിച്ച് ഓഫ്. ഞാൻ വീട്ടിൽ നിന്ന് സാധനം അടിച്ചു മാറ്റി. ഹായ്, ചേച്ചിപ്പോഴത്തെ വീഡിയോ കാണലുണ്ട്. ആണോ? വീഡിയോ കണ്ടാ മതി, കമന്റ് നോക്കണ്ട കേട്ടോ. അത് അശ്വതി, എൻ്റെ ഡേ കെയറിന്റെ പാർട്ട്ണർ. അതെയാ? ഇത് അംഗൻവാടി. എന്നാ പിന്നെ പോട്ടെ. ഞങ്ങൾ ഇന്നലെ എത്തിക്ക്. ന്യൂ ഇയർ അല്ല ഇങ്ങോ ബാനാസുര. ഓ പോവുക. ഇല്ല പിന്നെ വരാം. അങ്ങോട്ട് വന്നാൽ ചിലപ്പോ പഠിക്കണ്ടേ, അക്ഷരമാല പഠിക്കേണ്ടി വരും. അംഗൻവാടിയാ. എനിക്കാ ഒക്കെ പഠിച്ചു കേട്ടോ. പോട്ടെ. ഇനി ഞാൻ പൊരേ കയറ്റൂല എന്നൊക്കെ പറ്റൂല. എന്റെ ചട്ടി വരെ കൊണ്ടുപോയി. ഓ ആന്റെ മോനാ, മോളെ ഉള്ളിലുണ്ട്. അങ്ങനെ കൂട്ടുകാരിയുടെ വീട്ടിൽ നിന്ന് കിട്ടാവുന്നതെല്ലാം കൂടി
കെട്ടിപ്പെറുക്കി ഞങ്ങൾ യാത്ര തുടങ്ങി. ഇപ്രാവശ്യം അങ്ങനെ കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല. പൂ കണ്ടോ? ഒരു പൂ ചോദിച്ചാൽ ഒരു പൂക്കാലം തരുന്ന കൂട്ടുകാരി ഉള്ള ഇപ്പോൾ നമ്മളെന്തിനു ടെൻഷനാവുന്നത്? എന്നോട് പറയും എനിക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും എടി അപ്പം ഇനി വണ്ടി എടുത്തങ്ങ് പോന്നോളണം, വേറെ ഒന്നും ചിന്തിക്കാൻ നിൽക്കരുത് എന്ന് പറയുന്ന ഒരേ ഒരു കൂട്ടുകാരി ഇവൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. ഇനി നേരെ വീട്ടിലോട്ട്, പിള്ളേർ എൻ്റെ വീട്ടിലേക്കാണ്, ഞാൻ കൊയിലാണ്ടിക്കുവാണ്. അങ്ങനെയാണ്. അപ്പോൾ ബാക്കി വീട്ടിലെത്തിയിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തരാം കേട്ടോ. പൂ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പൂവിനെ നോവിക്കാറില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പീച്ച് ഇങ്ങോട്ട് ചെവിയിലൊക്കെ വെക്കും. ഒരു സുഖം, ഒരു സൈക്കോപാത്ത്, അത്ര തന്നെ. അങ്ങനെയാണ്. ചാടക്കാരനാണ്. ബ്ലോക്ക് ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. ഇപ്പം എല്ലാവരും ഏട്ടത്തിൻ്റെ മോന് ഇന്നലെ പുലർച്ചെ എന്ന് പറയാൻ പറ്റില്ല, പുലർച്ചെ തന്നെ 1 മണിയൊക്കെ ആയപ്പോൾ വിളിച്ച് വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, വിഷ് ചെയ്യാനല്ല കൈനീട്ടം കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഒരുപാട് ആൾക്കാർ കൈനീട്ടം തന്നിട്ട് എല്ലാവരോടും നന്ദി പറയുന്നുണ്ട്. അപ്പോൾ കൈനീട്ടം കിട്ടാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായി. അപ്പം ഇങ്ങോട്ട് ജസ്റ്റ് എങ്ങോട്ടും പോകാൻ ഒഴിവില്ല. ഞങ്ങളിവിടെ പരപ്പുമ്പോയിൽ തന്നെ കുത്തിരിക്കുകയാണ്. ചുരം കയറാനും പറ്റൂല, ഇറങ്ങാനും പറ്റാത്ത ബ്ലോക്കാണ് എന്ന് പറഞ്ഞു. മറ്റുപോലൊക്കെ ചുരത്തിൻ്റെ മുകളിലാണ് ഉണ്ടാവല്. അപ്പോൾ പോയി നോക്കട്ടെ. ചുരത്തിൻ്റെ മുകളിൽ കൂടി പോയിട്ടില്ലേ ഇവരെ വീട്ടിൽ തട്ടാനും പറ്റൂല, അതുകൊണ്ടാണ്. അപ്പോൾ ഓക്കെ, ഉമ്മാക്കുള്ള എന്തൊക്കെയോ സാധനങ്ങൾ കൊടുത്തയച്ചിട്ട് ഉമ്മയാട്ടോ ചൂല് കൊടുത്തത്. ഉമ്മ ഇങ്ങനെ ചൂലിങ്ങനെ കെട്ടും. അപ്പോൾ ഓളിങ്ങനെ ഇവിടുന്ന് ഓരോരോ സാധനങ്ങൾ അങ്ങോട്ട് കൊടുത്തു വിടുന്നതാണ്. അപ്പം ഉമ്മാനെ കൊണ്ട് പറ്റുന്ന സഹായം ഇങ്ങോട്ടും കൊടുത്തു വിടും. അങ്ങനെ കൊണ്ടുപോകുന്നതാണ്. ഇനിയിപ്പോൾ പറയും അല്ലോ 2 എണ്ണയെ കൊടുത്തുള്ളൂ ആയിരുന്നു, 2 എണ്ണോടെയും കൊടുക്കുക കഴിഞ്ഞിട്ടോ എന്നുള്ള വാക്കൊക്കെ കേൾക്കും, മിക്കവാറും കേൾക്കും. അപ്പം അങ്ങനെയാണ്. വയനാടൻ പന്നി ഫാം കേട്ടോ. അപ്പോൾ ബാക്കിയൊക്കെ അവിടെ എത്തിയിട്ട് വിശേഷങ്ങൾ അറിയാം കേട്ടോ. ഓക്കെ, ബൈ. ഞാനിപ്പം നിൽക്കുന്നത് വയനാട് ചുരത്തിൻ്റെ മുകളിലാണ്. ഏകദേശം 1 മണിക്കൂറിൻ്റെ അടുത്തായി ഇവിടെ ഒരേ നിപ്പ്, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്നുള്ള അവസ്ഥയിൽ നിൽക്കുന്നത്. അപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ ഇറങ്ങി നടന്ന് നോക്കുകയാണ്. അപ്പോൾ തിരിച്ച് ഇങ്ങോട്ട് പോകുന്ന വണ്ടിക്കാരോട് ചോദിക്കുന്ന സമയത്ത് അവിടെ അടുത്ത വളവിലൊരു ലോറി കുടുങ്ങിക്ക് എന്തോ കുടുങ്ങിയതാണ്. അപ്പോൾ വയനാട് ചുരത്തിൽ കൂടി വരാൻ വിചാരിച്ച ആരെങ്കിലും ഈ വീഡിയോ കാണുകയാണെങ്കിൽ പൊന്നാര മക്കളെ, വയനാട് ചുരത്തിൽ കൂടി കയറി പോരണ്ട, കുറ്റിയാടി ചുരം വഴി ഇറങ്ങിക്കോളി. ഇന്നലെ തൊട്ടിട്ട് വയനാട് ചുരം ബ്ലോക്കായി കിടക്കുകയാണ്. ഇന്നലെ തൊട്ടിട്ട് ഇന്നലെ ന്യൂ ഇയർ ആയതുകൊണ്ട് അങ്ങോട്ടും കയറാൻ പറ്റുന്നില്ല, ഇങ്ങോട്ടും ഇറങ്ങാനും പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ സിസ്റ്ററിൻ്റെ മകനൊന്നും വയനാട് ചുരത്തിൽ കയറിയിട്ടില്ല. ഓരോക്കെ ന്യൂ ഇയർ അവിടെ നിന്ന് ആഘോഷിക്കുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ ആരെങ്കിലും വയനാട് ഭാഗത്തുണ്ടെങ്കിൽ നിങ്ങൾ ചുരം വഴി ഇറങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ വേണ്ട, നിങ്ങൾ കുറ്റിയാടി വഴി ഇറങ്ങുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തുകൊണ്ടും ബെറ്റർ. ബ്ലോക്ക് ഒന്ന് കഴിഞ്ഞിട്ട് ഞങ്ങളിത് മെല്ലെ ഒന്ന് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. എത്രത്തോളം ബ്ലോക്ക് ആയി കിടക്കുക എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ സൈഡിലാട്ടോ, റൈറ്റ് സൈഡിലാണ് വണ്ടി കുടുങ്ങിയത്. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാണ്ട് ചങ്ക് കുടുങ്ങിയ അവസ്ഥയാ. അതിലൂടെ പോയാൽ ഞാൻ 10 കിലോമീറ്റർ കൂടിയാലും വേണ്ടിയാണ് നമുക്ക് നോക്കാം. 2 സൈഡിലുള്ള ബ്ലോക്ക് കണ്ടോ. അതുകൊണ്ട് ഇത് ഡേറ്റ് വരുന്നത് 1-ാം തീയതി ആട്ടോ, ജനുവരി 1-ാം തീയതിയാണ്. അപ്പം ഇന്ന് നിങ്ങൾ ചുരത്ത് കയറിയിട്ട് വയനാട്ടിൽ കയറി ആരെങ്കിലും തിരിച്ചിറങ്ങാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ വയനാട് ചുരം മാറ്റി കുറ്റിയാടി ചുരം വഴി ഇറങ്ങുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തുകൊണ്ടും ബെറ്റർ. 1 മിനിറ്റ് കൊണ്ട് നിങ്ങൾ കവർ ചെയ്ത ഇത്രയും വാഹനങ്ങൾ നിങ്ങൾ കണ്ടില്ലേ. അപ്പം അങ്ങ് അവിടം വരെ ഉണ്ട്. വീഡിയോ ലെങ്ത് ആകുന്നതുകൊണ്ട് ഞാൻ കട്ടാക്കുന്നത്. കർണാടക പൊട്ടിയ ചെരുപ്പിൻ്റെ ഷോപ്പിൽ വന്ന് തന്നെ 2ാമതും ചെരുപ്പ് മേടിക്കാം. ഭയങ്കര ക്വാളിറ്റി സാധനങ്ങൾ അവിടെ ഉള്ളതൊക്കെ. താമരശ്ശേരിയാണ് ഷോപ്പിൻ്റെ പേരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ ക്വാളിറ്റി സാധനം ഇങ്ങോട്ടും പോന്നാൽ മതി. നമ്പർ 1 ക്വാളിറ്റി. ഇതിൻ്റെ വലിയ സൈസ് ഉണ്ടോ?
ഏത് ചെരുപ്പാണ് സെലക്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ ദേ ഈ ഒരു ചെരുപ്പാണ് ഞാൻ സെലക്ട് ചെയ്തത്. കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഇട്ടപ്പോൾ നല്ല കംഫർട്ടും ആയി. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ഇത് തന്നെ എടുത്തു കേട്ടോ. പിള്ളേരെ വീട്ടിലിറക്കിട്ടോ. അപ്പം നിങ്ങൾ പറയും പിള്ളേരെ കൂട്ടാണ്ട് കഴിക്കാൻ പോയെന്ന്. അതെ, പിള്ളേരെ കൂട്ടാണ്ട് കഴിക്കാൻ പോകുന്ന ഫാസ്റ്റ് ഫുഡ് കഴിക്കുമ്പോൾ മിക്കതും ഞാൻ പിള്ളേരെ കൂട്ടാതിരിക്കുക തന്നെ ചെയ്യും. അതിലാണ് എനിക്ക് സന്തോഷം. ഇത് വെറും വെള്ളമാണല്ലോ. അങ്ങനെ ഒരു ലൈമും ഒരു ഷവർമയൊക്കെ കഴിച്ചു. മക്കളെ വീട്ടിൽ കൊണ്ടുവച്ചാക്കിയിട്ടുണ്ട്. ഇനി വീട്ടിൽ പോവുക, കുളിക്കുക, കിടന്നുറങ്ങുക. നല്ല ടയേർഡാണ്. ഇന്നലെ ഒരു 12 മണിയായ സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇപ്പം സമയം എത്ര മണിയായിടാ? അയ്യോ, 6:15. 7 മണി ഉള്ളിയിലെത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ 7 മണിയൊക്കെ ആവും അവിടെ. 6 മണി വരെ. അപ്പോൾ അങ്ങനെയാണ് ഈ വീഡിയോ. ഇത്ര മാത്രമേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് കമൻറ്റ്. ഇഷ്ടമായില്ലെങ്കിൽ സ്ക്രോൾ ചെയ്ത് പോവുക. അത്ര മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്റ്റ് നസ്രീൻ കൂടെ. ടാറ്റ. ബൈ ബൈ. ഓക്കെ.